Alhamdulillah, salatu lillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Assalamu alaikum warahmatullahi wabarakatuh. അപ്പോൾ എന്റെ ടോപ്പിക് ലിവിങ് ഇസ്ലാം ബോൾഡ്ലി ആൻഡ് ബ്യൂട്ടിഫുള്ളി. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ മുസ്ലിം ആണെന്നതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും അതൊരു എപ്പോഴെങ്കിലും ഒരു ഇൻഫീരിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയും തോന്നിയിട്ടുണ്ട്. ഇൻഫീരിയർ ആയിട്ട് എപ്പോഴായിരുന്നു തോന്നിയത്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഏത് സന്ദർഭത്തിലായിരുന്നു? അതന്നെ ഞാൻ പറയാൻ വന്നത്. ശരിക്കും നമ്മളെ മക്കളെ അല്ലെ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളെ എന്ത് സ്കൂളിലാണ് ചേർത്താൽ? മിഷണറി സ്കൂൾസിലും കോൺവെന്റ് സ്കൂൾസിലൊക്കെ ചേർത്താം അല്ലെ. മുസ്ലിം സ്കൂൾസിൽ നമുക്ക് പറഞ്ഞു വിടാൻ ഒരു മടിയാണ്. അതിനത്ര പോരാ അല്ലെ. ഒരു മദ്രസയിലേക്ക് ആയിരിക്കും എന്നുള്ളൊരു വിചാരമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനടക്കമുള്ള യു പി സ്കൂളിൽ എന്നെ അടക്കം ക്രിസ്ത്യൻ സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്. കാരണം അതാണ് നല്ലത് എന്നുള്ള വിശ്വാസമാണ് പാരന്റ്സ് ആയ നമുക്ക്. ഇങ്ങനെ സ്കൂളിൽ ഹൈസ്കൂൾ എത്തിയപ്പോഴത്തേക്ക് വേറെ സ്കൂളായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തില് അവര് മിഷണറി സ്കൂൾസിൽ പഠിക്കുമ്പോൾ അവരുടെ അജണ്ട തന്നെ എന്താണ് നമുക്കറിയാം. അവരുടെ മതം പ്രൊപഗേറ്റ് ചെയ്യാന്നുള്ളതാണ് അവരുടെ അജണ്ട. ഇങ്ങനെയുള്ള സ്കൂളിൽ നമുക്കൊരു ഫുൾ സ്ലീവ് ഇടാനോ അല്ലെങ്കിൽ ഹിജാബ് ഇടാനോ ഒന്ന് മുട്ടിറങ്ങിയിട്ടുള്ള ഒരു പിനഫോർ ഒന്ന് ഒരു ടൈറ്റ്സ് താത്താൻ പോലും അവര് സമ്മതിക്കില്ല. ഫർള് നിസ്കരിക്കാൻ സമ്മതിക്കില്ല. ഇത് വളരെ സ്ട്രഗിൾ ചെയ്യും. ആ ഒരു ചെറുപ്രായത്തില് കുട്ടികൾ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവാം അല്ലെ. ആ ചെറുപ്പത്തില് തന്റെ ഫ്രണ്ട്സിന്നും ടീച്ചേഴ്സിന്നും എത്രയോ ബഹുമാനിക്കുന്ന ടീച്ചേഴ്സിനും കിട്ടിയിട്ടുള്ള ആ മുൾപ്പാട് കുട്ടികൾക്ക് മാറില്ല അല്ലെ. അപ്പം ഇത് എത്ര വലുതായി കഴിഞ്ഞാലും ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമുക്ക് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഒരു ഹിജാബ് ഇടാനോ മടിയുണ്ടാവും. അൽഹംദുലില്ലാ ഞാന് ഹൈസ്കൂൾ എത്തിയപ്പോഴത്തേക്ക് വേറെ സ്കൂളിൽ പോയി. എനിക്ക് അൽഹംദുലില്ലാ എന്റെ ജീവിതത്തിൽ എനിക്ക് ഫുൾ സ്ലീവ് ഇടാനും പറ്റിയിട്ടുണ്ട്, ഹിജാബ് ഇടാനും നിസ്കരിക്കാനും അത് പ്രയാസപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാ ഹൈസ്കൂൾ എത്തിയപ്പോഴത്തേക്ക് സ്കൂള് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നമ്മളെ കുട്ടികളെ വിടുന്നത്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കല് ഒരാളോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരു കുട്ടീനെ ചേർത്തി രണ്ടാമത്തെ കുട്ടീനെ ഒരു ആൺകുട്ടീനെ വീണ്ടും വീണ്ടും ജുമാക്ക് പോലും വിടാത്ത ഇങ്ങനത്തെ സ്കൂളിലേക്ക് നിങ്ങൾ എന്തിനാ വിടുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് നമ്മള് കല്യാണത്തിന്റെ സമയമായത് വിവാഹാലോചനന്റെ സമയത്ത് ബയോഡേറ്റ എടുത്ത് നോക്കുമ്പോൾ ഏത് സ്കൂളിലാണ് പഠിച്ചത് നോക്കും. അപ്പം അത് നല്ല സ്കൂളിന്റെ പേര് വരാൻ വേണ്ടിയിട്ടാണ് പേർപ്പസ്ലി ഇങ്ങനത്തെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. ഇതാണ് ഒരു ഫർളായിട്ടുള്ള കാര്യം വിട്ടിട്ടാണ് ഈ ദുനിയാവിന് പ്രയോറിറ്റി കൊടുക്കാണ് അല്ലെ. ആ ചെറുപ്രായത്തിൽ അവർ ശീലിച്ചു പോകണം. എന്താ ശീലിക്കേണ്ടത്? നിസ്കാരം ശീലിക്കേണ്ട പ്രായമാണ് അല്ലെ. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഒരു പ്രൊബേഷൻ പീരീഡാണ്. നമ്മളോട് നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കാൻ, അടിക്കേണ്ട, ജസ്റ്റ് പറയാം മോളെ നിസ്കരിക്കും എവറി ഡേ 5 പ്രാവശ്യം. അങ്ങനെ 3 കൊല്ലത്തേക്ക് ഒരു 3000 ചില്ലാനം 4000 പ്രാവശ്യം നമ്മൾ പറയുമ്പോഴത്തേക്ക് കുട്ടി ഏതാണ്ട് നിസ്കരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. 10 വയസ്സ് കഴിഞ്ഞാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാനാ പറയുന്നത്. അടിച്ച് ഒരു പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്ക് 12 വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ സിസ്റ്റത്തിൽ ആ നിസ്കാരം കയറിയിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള തർബിയ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ പോലും പറ്റാത്ത അല്ലെ, കള്ളാക്കി നിസ്കരിക്കുന്ന, കള്ളാന്ന് പറഞ്ഞ സംഭവം ഇല്ല ശരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ മക്കളെ വിടുന്നത് അല്ലെ. ഈ ഹിജാബ് ഇട്ടാല് മോമന്റെ പോലെ ഉണ്ട്, പിന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സിന്റെ കൂടെ വിട്ടാല് അവർക്ക് എന്ത് കോൺഫിഡൻസാ ഉണ്ടാവും അല്ലെ. അതുപോലെ ഒരിക്കല് ഞാന് ഒരാളുടെ പേര് കണ്ടപ്പോ ചോദിച്ചത്, ഒരു യുണീക്ക് പേര്, ഇതെന്താ ഇങ്ങനത്തെ പേര് ഇട്ടിരിക്കുന്നത്, അത്ഭുതം തോന്നിയിട്ട് ചോദിച്ചതാ. അപ്പം പറഞ്ഞ് അത് മുസ്ലിം ആണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി പേർപ്പസ്ലി പാരന്റ്സ് ഇട്ടതാണ്. എന്താ ഒരു മുസ്ലിം ആണെന്ന് പറയുന്നില്ല, എന്താ ഇത്ര ഒരു അപകർഷതാബോധം ആൾക്കാർക്ക് അല്ലെ. അതിന്റെ മറ്റൊരു റീസൺ അറിവില്ലായ്മയാണ്. മനുഷ്യന്മാർക്ക് ദീനിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ആ ഒരു അഭിമാനം വരാത്തത് അല്ലെ. സൂറ ഫുസ്സിലത്തിൽ എന്താ പറയുന്നത്? അള്ളാഹുലേക്ക് സൂറ ഫുസ്സിലത്ത് 33-ാമത്തെ ആയത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും നിശ്ചയം ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത് അല്ലെ. 3 ക്വാളിറ്റീസ് അതിൽ പറയുന്നത്. എന്താണ്?
അള്ളാഹുലേക്ക് ക്ഷണിക്കുക, സൽക്കർമ്മം പ്രവർത്തിക്കുക, നിശ്ചയം ഞാൻ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിക്കുക. ഈ 3 ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇന്നും വിരളാണ് അല്ലെ. ഒരു മുസ്ലിം ആണെന്ന് പറയുമ്പോഴത്തേക്ക് ലജ്ജയും വീരുത്താണ്, പേടിയാണ്. അവരെന്ത് വിചാരിക്കും ഞാൻ മുസ്ലിം ആണ് എന്ന് പറയുമ്പോൾ ഒരു പേടിയോട് കൂടിയാ ജീവിക്കുന്നത് അല്ലെ. നമ്മൾ എന്താവണം? ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ സ്ട്രോങ് ആവണം, പ്രൗഡ് ആവണം, പീസ്ഫുൾ ആവണം. ഇങ്ങനെ സ്ട്രോങ് ആവാന്ന് പറഞ്ഞാല് എന്താ? ഒരു ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ് അല്ലെ. അള്ളാഹിന്റെ കൽപ്പനകളും നിരോധനങ്ങളും ആവേശത്തോടെയും കരുത്തോടെയും നിർവഹിക്കുന്ന, ജനങ്ങളുമായി ഇടപഴകുമ്പോഴും പ്രബോധന മേഖലയിലും ക്ഷമ കൈക്കൊള്ളുന്നവനാണ് ശക്തനായ വിശ്വാസി. അതായത് സ്ട്രോങ് എന്ന് പറഞ്ഞാല് വയലൻസ് അല്ല, കുത്തും കൊലയും നടത്തലല്ല അല്ലെ. എന്ത് കാണുമ്പോഴും ദേഷ്യം പിടിക്കുന്നതല്ല സ്ട്രോങ് അല്ലെ. ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം നമ്മൾ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചൂളി പോവാൻ പാടില്ല. അതിലും കൂടെ ഒരു അപകർഷത, അവര് ചമ്മല് നമുക്ക് പാടില്ല. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് സങ്കടമായി വിഷമായി അതിന് പ്രതികരിച്ച് അങ്ങനെ ആവരുത്. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. എപ്പോഴാ സ്ട്രോങ് ആവാ? അറിവുണ്ടാവുമ്പോ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടാവുമ്പോഴാ നമുക്ക് ആ സ്ട്രെങ്ത് വരാം. ഓക്കെ. ആരെങ്കിലും നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോഴത്തേക്ക് ധൈര്യമൊക്കെ ചോർന്നു പോയി അല്ലെ. ഒരു അപായിട്ട് വന്നാൽ കളിയാക്കിയാൽ പിറ്റത്തെ ദിവസം മുതൽ അപായം ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണാം. അതായത് നമ്മള് കൂടെ പഠിക്കുമ്പോൾ നല്ല കവറൊക്കെ ചെയ്ത് ഫുൾ സ്ലീവും ഹിജാബൊക്കെ ഇട്ടിട്ടുണ്ടാവും. കുറച്ചു കാലം കഴിഞ്ഞ് അവര് വർക്കിനൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് സ്ലീവ് എല്ലാം ചെറുതായിട്ടുണ്ടാവും, പാന്റ് മുക്കാലായി തുടങ്ങിയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ആ വർക്ക് അറ്റ്മോസ്ഫിയറിൽ ആളുകൾ മാറി, ഫ്രണ്ട്സ് മാറിയപ്പോഴുള്ള ചേഞ്ചസ് ആണ് അല്ലെ. ഇങ്ങനെ ആവരുത് നമ്മൾ അല്ലെ. ശരിയെന്നുണ്ടാവുമ്പോൾ ആ ശരിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ വിശ്വാസവും പ്രവർത്തനവും ഒരിക്കലും ചാഞ്ചാടാൻ പാടില്ല അല്ലെ. നമ്മളിപ്പോ എന്തിനാ ഇതൊക്കെ ഇടുന്നത്? അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ട് വേണം ഓരോ അമലും ചെയ്യാൻ, ആളെ കാണിക്കാൻ വേണ്ടി ആവരുത് അല്ലെ. പ്രൗഡ് ആവൽ എങ്ങനെയാണ്? ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാ പ്രൗഡ് ആവാം? പറയും. ഒരിക്കലും ഇങ്ങനെ ഒളിച്ച് ആ ഒരു ഒതുങ്ങിക്കൂടിയ വ്യക്തി ആവരുത് നമ്മൾ. നല്ല എന്താണ്, ഒരു കോൺഫിഡന്റ് ആയിരിക്കണം, പ്രൗഡ് ആയിരിക്കണം. അതായത് അവന്റെ വിശ്വാസം പുറത്ത് കാണിക്കുന്ന വിധത്തില് അവൻ ലജ്ജിക്കാൻ പാടില്ല അല്ലെ. നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു സ്റ്റോറി കാണാം. അതായത് ഒരിക്കലും ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യമനിലെ രാജാവിന്റെ ഒരു ക്ലോക്ക് കൊടുത്തു, ഒരു കോട്ട്. ആ കോട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ എന്ന് പറഞ്ഞ ഒരു ചെറിയ മോനിക്ക്, ഒരു ടീനേജർ ആയിട്ടുള്ള മോനിക്ക് ആ ഒരു ക്ലോക്ക് സമ്മാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് ഉസാമക്ക് കൊടുത്തു. ഈ ഉസാമ ഇത് ധരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോ ഈ സ്വഹാബി കാണും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോക്ക് ഉസാമക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉസാമിനോട് പറയും, ഈ എക്സ്പെൻസീവ് ക്ലോത്ത് യമനിലെ രാജാവിൻ്റെതാണ് എന്ന് പറയും. അപ്പൊ ഉസാമ എന്ത് മറുപടിയാണ് പറയുന്നത്? അതിന് മറുപടി ഉസാമ പറയാണ്, ഞാൻ ആ രാജാവിനേക്കാൾ ബെറ്റർ ആണ്. കാരണം ഞാനൊരു മുസ്ലിമാണ്, അദ്ദേഹം ഒരു കാഫിറാണ്. എന്റെ ഫാദർ സെയ്ദ് ഇബ്നു ഹാരിസ് ആണ് അദ്ദേഹത്തെ ഫാദറിനേക്കാളും ബെറ്റർ. എന്റെ ഉമ്മ ആണ് അദ്ദേഹത്തെ ഉമ്മയുടെക്കാൾ ബെറ്റർ. ഉസാമയുടെ ഉമ്മ ആരാണ്? അബീസീനിയക്കാരിയായ ഒരു സ്ലേവ് ആണ്. സെയ്ദ് ഇബ്നു ഹാരിസ് ആരാന്നറിയാം? നിങ്ങൾക്ക് ഒരു ഫ്രീ സ്ലേവ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ചെറിയ കുട്ടിക്കുണ്ട് ഇസ്ലാം സ്വീകരിച്ചതിൽ അഭിമാനം. നമുക്കുണ്ടോ അത്? അല്ലെ. നമ്മള് എല്ലാവരും എന്തിനാ ബഹുമാനിക്കുക? അവർക്ക് തറവാടിത്തം ഉണ്ട്, അല്ലെങ്കിൽ പണം ഉണ്ട് അല്ലെ. അതിലൊക്കെ നമ്മൾ അഭിമാനം, അല്ലെ സൗന്ദര്യത്തിനൊക്കെ നമ്മൾ അഭിമാനം കൊള്ളാം. ശരിക്കും നമ്മുടെ ആ ഒരു ഈമാനില നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് അല്ലെ. അതുപോലെ നമ്മൾ പീസ്ഫുൾ ആയിരിക്കണം. പീസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനപ്രിയരായിരിക്കണം. അതായത് ഒരു കവിള് കാണിച്ചാൽ മറ്റേ കവിള് കാണിച്ചു കൊടുക്കുന്നതാണോ സമാധാനം? അത് നമ്മുടെ റിലീജിയനിലില്ല. ഒന്ന് കാണിക്കുമ്പോൾ മറ്റേത് അല്ലെ. അതായത് ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റൊരു മുസ്ലിം സുരക്ഷിതനായിരിക്കണം അല്ലെ. ഫിസിക്കലി മെന്റലി നമ്മൾ മറ്റൊരാളെ അബ്യൂസ് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാനോ പരദൂഷണം പറയാനോ പാടില്ല. എന്തിനും ഏതിനും ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം. നമ്മൾ നേരത്തെ കേട്ട് എല്ലാത്തിനും പ്രതികരിക്കണ്ട, നമുക്ക് തെറ്റ് തിരുത്താൻ പല മാർഗങ്ങളും ഉണ്ട് അല്ലെ. എല്ലാം ഒറ്റയടിക്ക് അവിടെ തന്നെ പോയി സ്ട്രേറ്റ് ഫോർവേഡ് പറയാം. ചില സന്ദർഭത്തിൽ അത് പറയേണ്ടി വരും. ഹിക്മത്ത് യൂസ് ചെയ്യണം. നമ്മൾ എപ്പം തെറ്റുകൾ തിരുത്തുമ്പോഴും ഹിക്മത്തോടു കൂടി വേണം തെറ്റുകൾ തിരുത്താൻ അല്ലെ. ഒരു വിട്ടുവീഴ്ച മനസ്ഥിതി നമുക്ക് വേണം. മറ്റുള്ളവരോട് ഒരു പരിഗണനയും ഒരു കാരുണ്യം ഒക്കെ നമുക്ക് ഉണ്ടാവണം. അതുപോലെ നമ്മൾ സമാധാനം അല്ലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള മതമാണ്. നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ
എന്തൊക്കെയായിരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്? നമ്മള് പ്രൗഡ് ആയിരിക്കണം. പക്ഷെ പ്രൗഡ് ആണെങ്കിലും നമ്മൾ അറഗൻസോട് കൂടിയുള്ള പ്രൗഡ് ആയിരിക്കരുത്, അഹങ്കാരം കാണിക്കാൻ പാടില്ല അല്ലെ. പിന്നെ സ്ട്രോങ് ആയിരിക്കണം വിതൗട്ട് വയലൻസ് അല്ലെ. അക്രമകാരിയായിട്ടുള്ള സ്ട്രോങ് അല്ല, നമ്മൾ ആ പേഴ്സണാലിറ്റിയിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. എന്റെ ടീച്ചർ എപ്പോഴും പറയും, നമ്മളെ ആൾക്കാർ നമ്മുടെ തലയിൽ കയറുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിന്റെ ഒരു ഡിഫക്റ്റ് ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ ചൂളി പോകുന്ന കാണുമ്പോഴാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് പറഞ്ഞാൽ അതിന് വിഷമം തട്ടുന്ന കാണുമ്പോഴാണ്. പേഴ്സണാലിറ്റി സ്ട്രോങ് ആയിരിക്കും. ഓക്കെ. പിന്നെ പീസ്ഫുൾ ആയിരിക്കണം വിതൗട്ട് വീക്ക്നെസ് അല്ലെ. വീക്ക് ആവാനല്ല, സമാധാനപ്രിയരാവണം എന്നാ പറഞ്ഞത് അല്ലെ. ഒരു ബിലീവർ എപ്പോഴും എങ്ങനെയുള്ള ആളായിരിക്കും? റോൾ മോഡൽ ആയിരിക്കണം മറ്റുള്ളവർക്ക് അല്ലെ. നമ്മൾ എങ്ങനെ, എന്താ നമ്മുടെ വിശ്വാസം? ഏകനായ അള്ളാഹുവിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസം അല്ലെ. അത് സിൻസിയർ ആയിട്ടുള്ള വിശ്വാസമാണ്, ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസമല്ല. നമ്മള് ഓരോ പ്രവർത്തനങ്ങളും വിംസ് ആൻഡ് ഡിസൈർസിനനുസരിച്ചിട്ടാണോ? അല്ല. നമ്മൾ തോന്നിയ പോലെ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇസ്ലാം എന്താണോ പറഞ്ഞത് അതുപോലെയാണ് അല്ലെ. ഖുറാനും സുന്നത്തും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. ഒരിക്കലും ഈ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കാൻ, അത് ഇങ്ങനെ ആക്കിയാൽ എന്താ, എല്ലാത്തിനും ഒരു ലോജിക്ക് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിനും നമുക്ക് നമ്മളെ ഈ ചെറിയ ബുദ്ധിയിൽ ലോജിക്ക് നമുക്ക് കിട്ടില്ല. ഓക്കെ. കാരണം അതെന്താ, ഇപ്പൊ തട്ടിട്ടിട്ടില്ലെങ്കിൽ ഒരിത്തിരി മുടി കണ്ടാൽ എന്താ, ഇങ്ങനെ ആക്കിയാൽ എന്താന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. നമ്മൾ വിശ്വസിക്കുക, കേൾക്കാൻ അനുസരിക്കുക, അല്ലാതെ അതിന്റെ പിന്നാലെ ചിന്തിച്ചിരുന്നാല് നമുക്ക് വർക്കാവില്ല, ജീവിതം മുന്നോട്ട് പോവില്ല. ഓക്കെ. അപ്പൊ ഏതൊരു റൂളിങ്ങിനും അതിനൊരു ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. അള്ളാഹ് വെറുതെ ഒന്നൊരു കൽപ്പന വിചരിക്കേണ്ടെന്നും അല്ലെ, കവർ ചെയ്യണം എന്നൊക്കെ പറയുന്നതിൽ അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവായിട്ടാണ്. ചിലപ്പോ കാലക്രമേണ നമുക്ക് അതിന്റെ ഹിക്മത്ത് മനസ്സിലാവും അല്ലെ. പിന്നെ ഈ മതം നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ മതത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തേണ്ട ആവശ്യമില്ല. ലിബറൽ മുസ്ലിംസ് ആകുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പലിശ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാം, അങ്ങനെ പറയാം. അങ്ങനെ ജീവിക്കുന്നവര് ഉണ്ട് അല്ലെ. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന റൈറ്റസ് ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുമ്പോഴേ ഓക്കെ പലിശ ഇല്ലാതെയും അല്ലെങ്കിൽ മിക്സ് ചെയ്യാതൊക്കെ അല്ലെ, സെഗ്രിഗേറ്റഡ് ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റുന്ന റൈറ്റസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഇവരൊക്കെ കാണിച്ചു തരുമ്പോഴാണ് നമുക്ക് ഇതൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് എപ്പോഴും നമ്മളെ സാഹചര്യം നന്നാക്കണം എന്ന് പറയുന്നത് അല്ലെ. എത്ര പ്രയാസമാണെങ്കിലും, ഏത് റൂളിങ്സും എത്ര പ്രയാസമാണെങ്കിലും ഒരിക്കലെതിരെ നീന്തിയിട്ട് നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ശരിക്കും ലക്ഷ്യം എന്താ? നമുക്കൊരു പേർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട്. നിങ്ങളൊക്കെ ഗോൾ എന്താണ്? സ്വർഗം നേടാന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുക തന്നെ വേണം. ഇത് നമ്മളെ എക്സാം പീരീഡ് ആണ് അല്ലെ. ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നു. അതുവരെ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കണം അല്ലെ. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം അല്ലെ. നമ്മള് ഒരിക്കലും മെജോറിറ്റി അല്ല നമ്മുടെ മാനദണ്ഡം. എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യാന്നുള്ളത് നമുക്ക് മാനദണ്ഡമായിട്ട് എടുക്കുകയേ ചെയ്യരുത്. ഇന്നിപ്പം LGBTQ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ എന്താ അല്ലേ? ഇത് തെറ്റ് തന്നെയാണ്. അത്ര ആരും പറഞ്ഞാലും നമ്മൾ ഒറ്റക്കാണെങ്കിലും തെറ്റാണ് അല്ലെ. കാരണം ഈ പിയർ പ്രഷർ കൊണ്ടൊക്കെയാണ് നമ്മള് സാരമില്ല ഇന്നും കൂടെ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റിലേക്ക് പോകുന്നുണ്ടാ. മെജോറിറ്റി മറ്റേ തെറ്റ് ചെയ്യുന്ന കാണുമ്പോഴാണ് നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും. നമ്മളെപ്പോഴും വിചാരിക്കുക നമ്മൾ ഒറ്റക്കാണെങ്കിലും മെജോറിറ്റി അല്ല അല്ലെ. എന്താണോ ഇസ്ലാം പറയുന്നത് അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. പിന്നെ ഈ മതത്തില് അടിയുറച്ച വിശ്വാസമാണ്. നമുക്ക് കൺഫ്യൂഷൻ പാടില്ല അല്ലെ. ഓന്ത് മാറുന്ന പോലെ നമ്മൾ നിറം മാറരുത്. നമ്മൾ ദീനിൽ ഒരു കോംപ്രമൈസ് ഇല്ല അല്ലെ. മ്യൂസിക് പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അത് ചെറിയ കുട്ടിയല്ലേ, എന്താ പറയല്, അത് ചെറിയ പ്രായമില്ലേ, UP സ്കൂളല്ലേ, ഇപ്പൊക്കെ കളിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. ആ കുട്ടി വലുതായ നിർത്തില്ല അല്ലെ. ആ സമയത്ത് നമ്മൾ വിചാരിക്കും KG-യിലല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ, ഇപ്പം കളിച്ചോട്ടെ. അത് താല്പര്യം തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല അല്ലെ. ആദ്യം മുതലേ കുട്ടിന്റെ മനസ്സിൽ ഇപ്പൊ കള്ളെന്താ നമ്മൾ കുടിക്കാത്ത, അത് ചെറുപ്പം മുതലേ നമുക്കറിയാം അത് ഹറാമാണ്. ചെറിയ കുട്ടിയല്ലേ, കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളു കൊടുക്കുന്നതാണ് ഇല്ലേ. അതുപോലെ മ്യൂസിക് ഹറാമാണെന്നുള്ളത് ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ ശീലിപ്പിച്ച കുട്ടിക്ക് അറിയാതിരിക്കാൻ തെറ്റാണ്, അത് പാടില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ വിശ്വാസം എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം അല്ലെ.
ഇൻടോക്സിക്കൻസ് പാടില്ല എന്ന് പാടില്ല അല്ലെ. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ല ബോധമാണ്. ഹലാലും തൊയ്യിബായിട്ടുള്ള ഭക്ഷണമാണ് അല്ലെ. നമ്മള് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഏതൊരു വ്യക്തിയെ എന്ത് പേരിലാണ് സ്നേഹിക്കേണ്ടത്, എന്ത് പേരിലാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി വേണം അല്ലെ സ്നേഹിക്കാനും. ഒരാളെ വെറുക്കണമെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളെ വെറുക്കേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അല്ലെ. അല്ലാതെ അയാളുടെ സൗന്ദര്യമോ പണമോ ഒന്നും കണ്ടിട്ട്. ഓക്കെ, നമ്മള് മുസ്ലിങ്ങള്, ഒരു മുസ്ലിമിനെ നമുക്ക് എവിടെ വെച്ച് കണ്ടാലും നമുക്ക് മനസ്സിലാവുക ഇല്ലേ? എന്താ കാരണം? കാരണം ഇപ്പൊ ഒരാണാണെങ്കിൽ താടി ഉണ്ടാവും, മീശ വടിച്ചിട്ടുണ്ടാവും അല്ലെ, മീശ വെട്ടി ചെറുതാക്കിയിട്ടുണ്ടാവും, പിന്നെ ഇറുക്കി പിടിച്ച ഡ്രസ്സായിരിക്കില്ല, നെരിയാണിന്റെ മുകളിൽ ഉണ്ടാവും അല്ലെ അല്ലെ. അപ്പൊ നമ്മൾ എവിടെ നിന്ന് കണ്ടാലും നമ്മൾ മുസ്ലിം ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം അല്ലെ. നമ്മൾ വ്യത്യസ്തര, ആൾക്കാർ പറയും നമ്മൾ വ്യത്യസ്തര, ശരിയാ വ്യത്യസ്തര. നമ്മളെ രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾ വ്യത്യാസമുണ്ട് അല്ലെ. സ്ത്രീകളാണെങ്കിൽ നമ്മൾ മറക്കേണ്ടതൊക്കെ മറച്ചിട്ടായിരിക്കണം. എന്ത് കണ്ടാലും അത് മുസ്ലിം സ്ത്രീയാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ ചിന്താഗതിയില്, നമ്മുടെ ഡീലിങ്സില്, നമ്മുടെ ആരാധനാ കാര്യങ്ങളില്, വസ്ത്രധാരണത്തിലൊക്കെ നമ്മൾ വ്യത്യസ്തരാണ്. അപ്പൊ ആൾക്കാർ നമ്മളെ കളിയാക്കി പറയും നീ നമ്മളെ കൂട്ടത്തിൽ കൂട്ടേണ്ട ആളല്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല ഓരോ സ്വഭാവം അല്ലാലോ അല്ലെ. അവര് പെരുമാറുന്ന, അവര് ജീവിക്കുന്ന രീതിയിലല്ലാലോ ഞാൻ എന്നുള്ളതിന് നമ്മൾ അൽഹംദുലില്ല എന്നാ പറയുന്നത്. നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഉണ്ടാവും അല്ലെ. എല്ലാവരും ഒരുപോലെ ചെയ്യുന്നു, ഞാൻ മാത്രം വ്യത്യസ്തം എന്ന് പറയുമ്പോൾ ദീനിനനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? അൽഹംദുലില്ല. അപ്പൊ വിഷമിക്കണം. ഓക്കെ, നമ്മൾ ആരാധന കാര്യങ്ങളിൽ എങ്ങനെയാ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തം? നമ്മുടെ ജീവിതം ടൈം ബൗണ്ടഡാ. എങ്ങനെയാ അല്ലെ. നമ്മള് സമയം രാവിലെ തോന്നിയ നേരത്തെ നമ്മൾ എണീക്കുന്നുണ്ട്, നമുക്ക് നല്ല ബോധമുണ്ട് ഉറങ്ങാൻ പറ്റില്ല എണീക്കുന്ന സമയത്തിന്, രാത്രി നേരത്തെ കിടന്നുറങ്ങും സ്വബൈ അള്ളാവാതിരിക്കാൻ അല്ലെ. പിന്നെ ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ നിസ്കരിക്കും. ഇപ്പൊ അസുഖമാണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും നമുക്ക് നിസ്കാരം വിട്ടിട്ടുള്ള കളിയില്ല അല്ലെ. അതുപോലെ നമ്മൾ ഹൈജീൻ എപ്പോഴും കീപ്പ് ചെയ്യും. കാരണം ഈ 5 നേര നിസ്കാരം പല സമയത്തായതുകൊണ്ട് നമ്മൾ വൃത്തികെട്ട രൂപത്തിൽ നമുക്ക് നടക്കാൻ കഴിയില്ല. ഇപ്പോൾ ഹൈജീൻ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അല്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും സ്ഥലം കിട്ടിയാൽ നമുക്ക് നിസ്കരിക്കണം അല്ലെ. അതുപോലെ നമ്മളെ നോമ്പ് എങ്ങനെയാണ്? നമ്മൾ ആരാധന മറ്റുള്ളവരിൽ നിന്ന് നല്ല വ്യത്യാസം. കാരണം നോമ്പ് ആരും കാണുന്നില്ല, നമ്മുടെ വീട്ടിൽ ഒറ്റക്കാണ്, എന്നാലും നമ്മൾ ഒരു ഇറക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. ആ സ്വബൈ മുതല് ആ മഗ്രിബ് വരെ ആരും കാണുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ എന്താ വെള്ളം കുടിക്കാത്ത അല്ലെ. അള്ളാനെ പേടിച്ചിട്ട് മാത്രമാണ് അല്ലെ. ആളെ കാണിക്കാനാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അതുപോലെ നമ്മൾ സക്കാത്ത്, നമുക്ക് എല്ലാത്തിനും ഒരു കണക്കുള്ള ആൾക്കാരെ, ദിവസത്തിന് പ്രത്യേകത ഉണ്ട്, സമയത്തിന് പ്രത്യേകത ഉണ്ട് നമുക്ക് അല്ലെ. സക്കാത്ത് കൊടുക്കാനുണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാ അക്കൗണ്ട്സും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ? ഇത് സമയമായി കഴിഞ്ഞാൽ അൻസാബ് ഒത്തുക്കണമെങ്കിൽ കൊടുക്കണം അല്ലെ. അതുപോലെ നമുക്ക് ഡിസിപ്ലിൻഡ് ആണെന്ന് പറയാൻ കാരണം ഹറമിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഇക്കാമത്ത് അങ്ങോട്ട് കൊടുത്തോ, ഒരു പട്ടാളം നിൽക്കുന്ന പോലെ റൗണ്ടിൽ നിൽക്കും അല്ലെ. എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മള് എവിടുന്ന് ശീലിച്ച് അപ്പം നിർത്തുന്നതാണോ? അവിടുത്തെ പോലീസ് നമ്മൾ നിർത്തുന്നതല്ല, നമ്മൾ ഭംഗിയായിട്ട് നിൽക്കും. അത് നമുക്കത് ശീലാണ്, ഇന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെ. പല രാജ്യക്കാരാണ്, ഭാഷ അറിയാത്തവരാണ്, എന്നാലും ആ വൃത്തിയില് ഭംഗിയില് നമ്മൾ നിൽക്കും അല്ലെ. നമ്മൾ ബോധമില്ലാതെ ജീവിക്കില്ലേ, ബോധമില്ലാതെ കള്ളും കഞ്ചാവും കുടിച്ച് ജീവിക്കുന്നില്ല. നമുക്ക് എപ്പോഴും നമ്മൾ കോൺഷ്യസ്, അള്ളാഹിന്റെ റിമംബറൻസോട് കൂടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. പിന്നെ നമ്മളെ സ്വഭാവം എങ്ങനെ? മറ്റുള്ളവരെ പോലെയാണ്, നോൺ മുസ്ലിംസിനെ പോലെ നമ്മളെ സ്വഭാവം ഇങ്ങനെ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കള്ളം പറയില്ല, ഏത് ഘട്ടത്തിലും നമ്മൾ കള്ളം പറയില്ല. അവര് ഇപ്പൊ ചില നെയ്ബേഴ്സ് ഒക്കെ നമ്മളോട് പറയും അത് സാരില്ല, നല്ല കാര്യത്തിനല്ലേ കള്ളം പറയുന്നതിൽ എന്താ? നല്ല കാര്യത്തിനാണെങ്കിലും ആർക്കും ദോഷമില്ലാത്ത കാര്യത്തിനാണെങ്കിലും നമ്മൾ കളവ് പറയും ഇല്ല. നമുക്ക് സൂക്ഷ്മത പേടിയാണ് അല്ലെ. നമ്മൾ ചതിക്കുമാരെങ്കിലും ആരെയും പറ്റിക്കില്ല അല്ലെ. ചീത്തവാക്ക് പറയോ, മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യോ, നമുക്ക് ശബ്ദം നോക്കും നമ്മൾ അല്ലെ. മറ്റൊരാളെ പണം അപഹരിക്കില്ല, നമ്മൾ മറ്റൊരാളെ ശപിക്കുന്ന വാക്കുകൾ പറയില്ല, പലിശ തിന്നൂല അല്ലെ. നമ്മള് മൊത്തത്തില് നമ്മൾ വളരെ സൂക്ഷ്മതയോട് കൂടി, നിങ്ങൾ ഓരോരുത്തരും അല്ലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലാതെ പുതുമായിട്ടുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണാലിറ്റി, നമ്മൾ അറിഞ്ഞു അറിയാതെ അതെല്ലാം ഫോളോ ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റുപറ്റി പോകുന്നല്ലാതെ മൊത്തത്തിൽ നമ്മൾ
കള്ളം പറയില്ല, നമുക്കത് ബോധമുണ്ട് ആരെ കുറിച്ചും പരിദൂഷണം പറയാൻ പാടില്ല എന്നറിയാം അല്ലെ. സൽസ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നാണ് നബി സല്ലല്ലാഹു പറഞ്ഞത് അല്ലെ. നമ്മളെന്ന മുസ്ലിം എല്ലാ കാര്യം എന്ത് രീതിയിലാണ് ചെയ്യാൻ, പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യാൻ നോക്കാം. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇഹ്സാനോട് കൂടിയിട്ട് അല്ലെ. ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിന്റെ മാക്സിമം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കും. ഒരു സ്പോർട്സ് ആണെങ്കിലും അതിൽ ജയിക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു ജോലിയാണെങ്കിലും അത് അതിന്റെ നല്ല പെർഫെക്ഷനോടെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ആക്കി കാട്ടി കൂട്ടാം ഇല്ലേ അല്ലെ. സമയത്ത് വരും, ഒരു ജോലിക്കാരിയാണെങ്കിൽ സമയത്തിന് വരും അല്ലെ. മറ്റുള്ളവരുടെ സമയത്തെ നമ്മൾ മാനിക്കും, നമ്മൾ വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കും, വിശ്വസിച്ചാൽ നമ്മൾ ചതിക്കില്ല അല്ലെ. പിന്നെ ഹലാല് മാത്രമേ സമ്പാദിക്കുകയുള്ളൂ. ഒരു എക്സ്ട്രാ എമൗണ്ട് ആരെങ്കിലും തന്നത് കൂടിപ്പോയാലോ നമ്മൾ പൊരുത്തപ്പെടണേ, ഇത് തിരിച്ചു വേണ്ടല്ലോ എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് ഓട്ടോറിക്ഷക്കാരനോട് പോലും അല്ലെ നമ്മളിത് വേണ്ടാലോ എന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ മടങ്ങുള്ളൂ. അത് സൂക്ഷ്മത, തക്കവാണ്. ഒരു ഇമാമിന്റെ സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ഇമാമ് ഒരു പ്രദേശത്ത് ചാർജ് എടുക്കും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് മസ്ജിദിലേക്ക് അദ്ദേഹം ഒരു ബസ്സിലാണ് കയറി പോകണം. ബസ് കയറി പോകുമ്പോൾ ഈ ബസ് ഡ്രൈവർ എന്ത് ചെയ്യും, ബസ് ഡ്രൈവർക്ക് ബസ് ഫെയർ കൊടുത്തു കഴിഞ്ഞാല് കുറച്ച് എക്സ്ട്രാ പൈസ ബാലൻസ് കുറച്ച് കൂടുതലാണ് ഇമാമിന് കൊടുത്തിട്ടുണ്ടാവാം. ഇങ്ങനെ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇയാൾ ശ്രദ്ധിക്കുന്നത് കുറച്ച് അധികം പൈസ ഉണ്ടല്ലോ, ഇത് തിരിച്ചു കൊടുക്കണോ. ഇയാൾ ഇങ്ങനെ ചിന്തിക്കും, ക്ഷയിക്കാൻ വരും, വേണ്ട, എന്തിനാണ്, ഗവൺമെന്റ് നമ്മൾ എത്ര ടാക്സ് ഒക്കെ എടുക്കുന്നുണ്ട്, സാരമില്ല, ഇത് ഗവൺമെന്റിന്റെ പൈസ ഇല്ലേ, എടുത്തക്കാന്ന് ഇങ്ങനെ ഇയാള് ക്ഷയിക്കാൻ വന്നിട്ട് അതൊക്കെ പറയും, എന്തിനാ ഒരു ചെറിയ പൈസ അല്ലേ. പലപ്പോഴും നമുക്ക് അതൊരു ലജ്ജാണ് തിരിച്ചു കൊണ്ടേ കൊടുക്കാൻ അല്ലെ. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാൾ ഇറങ്ങാൻ നേരം ആ ബസ് ഡ്രൈവർക്ക് ബാലൻസ് എക്സ്ട്രാ എന്ന് പറഞ്ഞ് കൊടുക്കും. ബസ് ഡ്രൈവർ നിങ്ങളാണോ പുതിയ ഇമാമ്? അയാൾ പറയാം, ഞാൻ മുസ്ലിംസ് സത്യസന്ധരാണോ നോക്കാൻ വേണ്ടി തന്നതാ എക്സ്ട്രാ. ശരിക്കും അപ്പൊ നമ്മളെ ഓരോരുത്തരും വാല്യൂ ചെയ്യുന്നുണ്ടാവും. നമ്മളിത് നാണിച്ചിട്ടാണ് റിട്ടേൺ കൊടുക്കാനും ഒരു ചെറിയ പൈസ ഒക്കെ എങ്ങനെയാ പൊരുത്തം ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ആൾക്കാരോട് അല്ലേ പറയാതിരിക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പൊ സൂക്ഷ്മത പാലിക്കണം. നമ്മൾ ഏതൊരു സാധനം മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെ എക്സ്ട്രാ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം അല്ലെ. അത് നമ്മൾ അവകാശപ്പെട്ട സാധനമല്ല. അന്യന്റെ മുതൽ കഴിച്ചാൽ എന്താ, നമ്മളെ പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല. അപ്പൊ ഒരു ബുക്ക് വാങ്ങിയാലും എന്ത് വാങ്ങിയാലും നമ്മൾ കറക്റ്റ് ടൈമിന് റിട്ടേൺ കൊടുക്കണം. പാത്രങ്ങൾ ഉണ്ടാവും നമ്മളെ വീട്ടില് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സാധനങ്ങളും നമുക്കറിയാം ഇത് ഇന്ന ആളുതാണ്, തിരിച്ചു കൊണ്ടേ കൊടുക്കില്ല. എന്തുകൊണ്ട്? അശ്രദ്ധാണ്. സൂക്ഷ്മത പാലിക്കണം അല്ലേ. പിന്നെ ഈ സൂക്ഷ്മതൊക്കെ നമ്മൾ എന്തിനാ പാലിക്കുന്നത്? അൾട്ടിമേറ്റ് ഗോളായ സ്വർഗം നേടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം നമ്മൾ ഏത് കാര്യവും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യുക. ഈച്ച് ആൻഡ് എവറിത്തിങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ മുസ്ലിംസിന്റെ ഐഡന്റിറ്റി ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കാരണം നമ്മൾ എപ്പോഴും എന്താണ് ഈ ഡിസ്ബിലീവേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാ ഡിസ്ബിലീവേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക? നമ്മൾ ഫിലിം സ്റ്റാർസ് എങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണോ സംസാരിക്കുന്നത്, അവരുടെ ഹെയർ സ്റ്റൈൽ എന്താണോ അതാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത് അല്ലെ. നമ്മളെ കാണാൻ ഇന്ന രാജ്യക്കാരെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ സന്തോഷമാണ്. മുസ്ലിം ആണെന്ന് പറയുന്നതിനേക്കാളും സന്തോഷമാണ് മെക്സിക്കനെ പോലെ ഉണ്ട്, മറ്റവരെ പോലെ ഉണ്ട്, കൊറിയക്കാരെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞത് വളരെ സന്തോഷമായി അല്ലെ. അവരെ പോലെയാണ് ഡ്രസ് ചെയ്യുന്നത്. എന്താണ് ഹെയർ സ്റ്റൈല്, പെൺകുട്ടികളും ആൺകുട്ടികളും ഹെയർ സ്റ്റൈൽ അവരെ പോലെയാണ് അല്ലെ. ലൂസ് ഡ്രസ്സും ബാഗി പാൻസും ഇതല്ലേ ഡ്രസ്സ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ കാണാം ഈ വേഷത്തിലാണ് നടക്കുന്നത്. അപ്പം അതിനൊരു എക്സ്ക്യൂസ് ഒരു പാരന്റിനോട് പറയാം, ഇന്നത്തെ കാലത്ത് പിന്നെ നല്ല അമറുള്ള വേഷം എല്ലാരും ധരിക്കുന്നത്. എന്ത് അമറുള്ള വേഷമാവാൻ കാരണം? ഇപ്പൊ പറയാ ലൂസാണല്ലോ ഡ്രസ്സ്. പറഞ്ഞ എന്ത് ലൂസാണെങ്കിലും ഇസ്ലാം എന്താ പറഞ്ഞത്? പുറത്തിറങ്ങുമ്പോൾ ജിൽബാബ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്ത് ലൂസ് ഉള്ളിലിട്ടാലും ജിൽബാബ് ഇട്ടിട്ട് അല്ലെ, ഒരു ഓവർക്ലോക്ക് നമ്മളെ വസ്ത്രത്തിന്റെ മുകളിൽ ഇടണം അല്ലെ. അപ്പൊ ആ ജിൽബാബിന്റെ ആയത്തിൽ തന്നെ സൂറ അഹ്സാബ് 59-ാമത്തെ ആയത്തില് ജിൽബാബ് ഇടണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു കാരണം പറയുന്നുണ്ട്. എന്താ അറിയാമോ ആ കാരണം? എന്താ? നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ജിൽബാബ് ഇടാൻ പറയുന്നത് അല്ലെ. എന്ത്? നിങ്ങളെ ശല്യം ചെയ്യപ്പെടില്ല എന്ന് പറയുന്നത് ആയത്തിലുള്ളതാ. നിങ്ങൾ തിരിച്ചറിയപ്പെടാനും നിങ്ങൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു വസ്ത്രം ധരിക്കാൻ പറയുന്നത് അല്ലെ. നമ്മൾ മാന്യത ഉള്ള സ്ത്രീയാണ്, ഇതിനങ്ങനെ ഇങ്ങനെ ഒന്നും കിട്ടില്ല എന്ന് ആ വസ്ത്രം കണ്ട ആൾക്കാർക്ക് മനസ്സിലായിക്കോണം അല്ലെ. പല പല എക്സ്ക്യൂസും ആൾക്കാർ കണ്ടെത്തും. അപ്പൊ അതൊന്നുമല്ല, എന്താണോ ദീൻ പറയുന്നത്. ഒരു ഓവർക്ലോക്ക് ഇടാന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കുട്ടികളെ ശീലിപ്പിക്കാം. ഇന്ന് നല്ല ഭംഗിയുള്ള അബായാസ് അവൈലബിൾ ആണ് അല്ലെ. പ്രയാസം ഉണ്ടോ ഇട്ട് കൊടുക്കാൻ അല്ലെ. അതുപോലെ പുരുഷന്മാരോട് സ്ത്രീകളോട് പറഞ്ഞൊരു കാര്യമാണ് ലോവർ യുവർ ഗേസ്
ലോയോഡീസ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടികൾ താത്താൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലെന്താ? പലരും ആണുങ്ങൾ നോക്കാത്തതാണ് പെണ്ണുങ്ങളെ. അവർക്ക് നാണോണിയായിട്ട് അവര് നോക്കാത്തത് അല്ല. അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ നല്ല കോൺഫിഡൻസ് ഉള്ളവരെന്നാ. എന്നിട്ടും എന്താ? അവരുടെ ഹൃദയത്തിന്റെ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കാൻ അവർ നോക്കാത്തത് അല്ലെ? ക്ഷയിക്കാൻ കൊടുക്കാത്തത് അവർക്ക് ആ ഒരു ഒരു എറ്റിക്കറ്റ് അറിയായിട്ട് ആളെ കണ്ടാലും പെണ്ണിനും ആണിനും കണ്ടാൽ ക്ഷയിക്കാൻ കൊടുക്കണമെന്ന് അള്ളാനെ പേടിച്ചിട്ട് അവർ ചെയ്യാതിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ റൂളിങ്സ് ഒക്കെ അറിയാം, എന്നാലും പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സൊസൈറ്റിന്റെ ഇത് ആ സൊസൈറ്റിനെ കംഫർട്ടബിൾ ആക്കാൻ, നമ്മളെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വാല്യൂസിനെ നമ്മൾ പലപ്പോഴും ചേഞ്ച് ചെയ്യും അല്ലെ? സൊസൈറ്റി നമ്മൾ സ്വീകരിക്കണം. എല്ലാരും പറയില്ലേ ഇതെന്താണിത്, നമ്മളൊന്നിനും കൂടൂല എന്ന് പറയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മളെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യുന്നത്. ഒരു ആഘോഷം വരുമ്പോ നമ്മുടെ സ്വഭാവം എന്താ അല്ലെ? എന്തൊക്കെ ആഘോഷം നമുക്കറിയാം. ഇപ്പം പുതിയൊരു ആഘോഷം വരാൻ പോകുന്നത്, നമ്മളായിരിക്കും ആ വസ്ത്രവും ഇതൊക്കെ ഇട്ടിട്ട് മുന്നിൽ നിൽക്കാം അല്ലെ? കോളേജിലായാലും സ്കൂളിലായാലും നമ്മളെ ആൾക്കാർ ആ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പൂക്കളത്തിനും എല്ലാത്തിനും മുന്നിലുണ്ടാവും അല്ലെ? ആ ചുക്കാൻ പിടിക്കല് നമ്മളെ കൗമത്തെ മക്കളാണ് അല്ലെ? എന്തുകൊണ്ടാ അത്? അവരുടെ വേഷം ധരിക്കുന്നത് ശ്രദ്ധിക്കൂല അല്ലെ? ഹാലോവിൻ വന്നാല് ചെറിയ കുട്ടിയല്ലേ, അവന്റെ സന്തോഷല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പ്രേതത്തിന്റെ വേഷം കെട്ടി മുട്ടായി വാങ്ങാൻ വിടുന്നു അല്ലെ? എന്താണ്? അതൊക്കെ കുട്ടികളെ സന്തോഷല്ലേ, ബർത്ത്ഡേ അല്ലേ, ചെറിയ കുട്ടിയല്ലേ, വാലന്റൈൻസ് ഡേ അല്ലേ. ഇങ്ങനെ അപ്പൊ കുട്ടി ചെറുപ്പം മുതലേ ആ റൂൾസ് ഫോളോ ചെയ്യാൻ പഠിക്കുന്നില്ല. ഇത് പാടില്ലാത്തതാണ് എന്നുള്ളത് കുട്ടിന്റെ മൈൻഡിൽ ഫീഡ് ആവുന്നില്ല അല്ലെ? ചെറുപ്പം മുതലേ ചിലത് വേണ്ടാന്ന് വെക്കാൻ കുട്ടി പഠിക്കണം. ഇത് ചെറുതല്ലേ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം അലോ ചെയ്യും. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ എല്ലാം നോ പറയുമ്പോൾ കുട്ടിക്ക് അത് സഹിക്കാൻ കഴിയില്ല അല്ലെ? ചെറുപ്പം മുതലേ നമ്മളത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ പാടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഘോഷം, നമുക്ക് ആകെ 2 ആഘോഷമാണ്. ഏതാ? 2 പെരുന്നാൾ. അത് അടിപൊളിയാക്കി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അവരെ സന്തോഷിപ്പിച്ച് കൊടുക്കന്നെ വേണം. എന്നാലാണ് നമുക്ക് പെരുന്നാളുണ്ട്, ഇതൊന്നും നമുക്ക് ആഘോഷിക്കേണ്ടെന്ന് അവർക്ക് തോന്നലുണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചാണിന് ചാണായിട്ട് മറ്റു മതസ്ഥരെ പിന്തുടരാതിരിക്കാൻ ശ്രമിക്കാം അല്ലെ? ഏതെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അല്ലെ? അപ്പൊ എന്തിനാണ് ആ വേഷം കെട്ടി ആ ആഘോഷത്തിലും പങ്കെടുത്ത് നമ്മൾ ജീവിക്കുന്നത്? അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അല്ലെ? ചെറുപ്പം മുതലേ കാർട്ടൂൺസും കാര്യങ്ങളും എന്താ പഠിപ്പിക്കുന്നത്? വാലന്റൈൻസ് ഇത്തിരിയുള്ള കുട്ടികളെ കാർട്ടൂണൊന്നും ഇരുന്ന് കണ്ടോക്കി LGBTQ ചിലപ്പം കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആനിമൽസ് ആയിരിക്കും. ഉമ്മയും ഫാദറും മദറും പെണ്ണ് ഒരേ ജെൻഡർ ഒക്കെ ആയിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അങ്ങനത്തെ തലയിലേക്ക് ചോക്കിയെന്നുള്ളത് ഫീഡ് ചെയ്യാണ് കുട്ടിയുടെ തലയിൽ അല്ലെ? സെലിബ്രേഷൻസ്, ഫെയറി വരുന്നത്, പല്ല് പോയാൽ ഫെയറി വരുന്നതും ഇതൊക്കെ ഉള്ളതാണെന്ന് ആ കുട്ടി വിശ്വസിക്കുന്നത് അല്ലെ? ഒരു വലിയൊരു കുട്ടി എടുത്ത് എന്നോട് ചോദിക്കാം, ഈ മാവേലിയും വാമനൊന്നും ഇല്ലേ? അപ്പൊ അതൊക്കെ നമ്മളെ മൈൻഡിൽ പെട്ടുപോയിക്കുന്നത്. ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതൊന്നും ഇല്ലേ? അപ്പൊ അതൊരു ഐഡിയ ഇതാണെന്നോ ഒന്നും അവര് ചിന്തിക്കുന്നില്ല, അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ട അല്ലെ? അപ്പം നമ്മള് എന്താവണം? നമ്മളെ റിലീജിയനിൽ അടിയുറച്ച് നിൽക്കണം അല്ലെ? ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഐഡന്റിറ്റിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നമ്മൾ ജീവിക്കണം. എപ്പോഴും ഈ ഐഡന്റിറ്റിക്ക് കോട്ടം തട്ടുന്നത് നമ്മള് കാഫറുകളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ വേഷത്തിലും ആഘോഷത്തിലും ഭക്ഷണത്തിലൊക്കെ അല്ലെ? കൊറിയൻ എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ആ കൊറിയൻ ഫുഡ് തിന്നാലേ കുട്ടികൾക്ക് സന്തോഷമാവുള്ളൂ അല്ലെ? എല്ലാം അവരെന്താണോ ചെയ്യുന്നത് അതിലാ സന്തോഷം അല്ലെ? നമ്മള് ട്രഡീഷനെ ഫോളോ ചെയ്യും. ഇസ്ലാമിൽ എന്താണോ റൂൾസ് നല്ല നോക്കാം, എന്താണോ പണ്ട് മുതലേ നമ്മളെ ഫോർ ഫാദേഴ്സ് ചെയ്തു വന്ന മൗലൂദാണെങ്കിലും എന്താണ് എനിക്കറിയില്ല, അതൊക്കെ അവരെന്താണോ ഫോളോ ചെയ്തത് ഇന്ന് അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്യില്ല, അത് അങ്ങനെ അപ്പടി ഫോളോ ചെയ്യാണ് അല്ലെ? പിന്നെ സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ്. ഹിജാബ് ഇട്ടാൽ എന്തും ചെയ്യാന്ന വിചാരം. ഹിജാബ് ഇട്ടാല് യൂട്യൂബർ ആവാം അല്ലെ? ഡാൻസ് കളിക്കുക, മ്യൂസിക് പ്ലേ ചെയ്യുക. ഹിജാബ് ഇട്ടിക്കണം. ഹിജാബ് ഇട്ടെന്ന് വെച്ചത് ഇതൊക്കെ പാടില്ലാത്തതൊക്കെ പാടില്ലാത്തതല്ല അല്ലെ? ഇന്നത്തെ കാലത്ത് നമ്മള് എന്താ മീഡിയ നമ്മൾ എന്ത് രീതിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ജീവിക്കാൻ കൊള്ളാത്ത ഒരു ഓർത്തഡോക്സ് ആയ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മുസ്ലിങ്ങളെ മീഡിയ ആക്കി വെച്ചിട്ടുള്ളത് അല്ലെ? നമ്മളൊരു മൂലയിൽ പോയി ഇരിക്കേണ്ടവരല്ല. നമുക്ക് നല്ല അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് അല്ലെ? നമ്മളെപ്പോഴും ഹിക്മത്തോടെ ബോൾഡായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ അല്ലെ? നമ്മളെ ഈ ഐഡന്റിറ്റി, മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി ആ ഒരു കാർഡിലോ പാസ്പോർട്ടിലോ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ കാണണം അല്ലെ? ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും
നമ്മളെ മൂല്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. ഓക്കെ. പിന്നെ ഒരു യഥാർത്ഥ മുസ്ലിം പലപ്പോഴും ആ ഒരു ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് ഒരു വ്യത്യസ്തനായിരിക്കും. അതിന് വിഷമിക്കണ്ട. നമ്മൾ ചെയ്യുന്ന ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് താനേ ഒരു കോൺഫിഡൻസ് വരാനുണ്ട് അല്ലെ. ദീന് ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഖുറാനിൽ തന്നെ ഒരു ചെറിയ പെർസെന്റേജ് ഉള്ളൂ ഹറാമായിട്ടില്ല. ഖുറാൻ പഠിച്ചവർക്ക് അറിയാം. എല്ലാം ഹറാമോ ഹലാലോ പറയുന്ന ഖുറാനിൽ അല്ല. വളരെ കുറച്ച് കാര്യങ്ങളെ ഹറാമാക്കി പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഫുള്ള് ഹലാലാണ് അല്ലെ. അപ്പൊ നമുക്ക് വി കൻ ലീവ് ബ്യൂട്ടിഫുള്ളി വിത്തിൻ ദ ലിമിറ്റ്സ്. നമുക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയ ബാക്കി എല്ലാം എലോടാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ദീൻ പഠിച്ചപ്പോഴാണ്. അത് ഈസിയാ ദീൻ. കുറച്ച് കാര്യങ്ങളുള്ളൂ ഒഴിവാക്കാനുള്ളത്. പലരും ദീൻ കൂടിയാ പിന്നെ എന്താ അറിയാം, ആൾക്കാർക്ക് ദീനിലേക്ക് വരാൻ മടി. എന്താ, ദീൻ കൂടി കഴിഞ്ഞാൽ ചിരിക്കൂല, ആരും അടുത്തൊരു മിങ്കിൾ ചെയ്യില്ല, അവരെന്തോ ഒരു സ്വഭാവം പോലെ ഉണ്ട്. എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറുന്നത്? നമുക്ക് അല്ല ഒരുപാട് കാര്യങ്ങൾ അലോ ചെയ്ത് നിൽക്കും അല്ലെ. ഇപ്പൊ വെറുതെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ദീൻ കൂടിന്ന് വെച്ചിട്ട് ഏത് നേരം ഓതിയിട്ടും നിസ്കരിച്ചിട്ടും അല്ല നിൽക്കേണ്ടത്. നമ്മള് സമൂഹമായിട്ട് ഇടപഴകണം അല്ലെ. വാക്കിംഗ് ടോക്കിംഗ് ഖുറാനായിരിക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ദീൻ ഫോളോ ചെയ്താൽ ഇങ്ങനെയൊക്കെ ജീവിക്കാന്ന് മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഹാപ്പി ആയിരിക്കണം. അല്ല ഡിപ്രഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലല്ല ദീന് അല്ലെ. നമുക്ക് ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കാം അല്ലെ. എനിക്കൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ അബായ ഇടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഉള്ളിൽ നല്ല വർക്കുള്ള ഡ്രസ്സൊക്കെ ഇടും. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഇത് മെഷീൻ അടിച്ചിരുന്ന ആലോചിക്കും, എന്തിനപ്പോ ഇതൊക്കെ ആര് കാണാനാ? പക്ഷെ എനിക്ക് ഇടണം, എന്റെ ആഗ്രഹമാണ് അല്ലെ. നമ്മൾ മനുഷ്യന്മാരാണ്, അള്ള പറഞ്ഞുകൊണ്ട് മാത്രം അതിന്റെ മുകളിൽ ഒരു ഡ്രസ്സ് ഇടുന്നത് അല്ലെ. നമ്മളെ ആഗ്രഹങ്ങളാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നല്ല കസവുള്ള ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലിടാം, എൻജോയ് ചെയ്യാം അല്ലെ. നമുക്ക് സ്ത്രീകളെ കാണിക്കുന്നതിൽ കുഴപ്പമില്ലാലോ, നമ്മളെ ഹസ്ബൻഡ്സിനെ കാണിക്കുന്നതിൽ കുഴപ്പമില്ലാലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലിമിറ്റ്സ് എവിടെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. എവിടെയാ നമ്മളെ ലിമിറ്റ്? നമുക്ക് ഇഷ്ടമുള്ള ഹെയർ കട്ട് ചെയ്യാം അല്ലെ, ഹെയർ സ്റ്റൈൽ ചെയ്യാം, എല്ലാം ചെയ്യാം, ഗ്രൂം ചെയ്യാം. പക്ഷെ പ്ലക്ക് ചെയ്യാൻ പാടില്ല, ടാറ്റു ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അത് പാടില്ലാത്ത കാര്യങ്ങൾ പാടില്ല, ബാക്കി എല്ലാം പാടുണ്ട്. നമ്മൾ ആ ലിമിറ്റ്സ് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് കാര്യം കോൺഫിഡന്റ് ആയി ചെയ്യാം. ആര് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല അല്ലെ. പിന്നെ നമ്മൾ മുസ്ലിംസ് എന്ന് പറയുന്നത് സ്മാർട്ട് ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. എപ്പോഴാ നമ്മൾ കോൺഫിഡന്റ് ആവാം? പൊതുവെ ജനറലി നമ്മൾ എപ്പോഴാ കോൺഫിഡന്റ് ആവാം? ഒരു ഡോക്ടർ അല്ലെ, ഒരു എഞ്ചിനീയർ എപ്പോഴാ കോൺഫിഡന്റ് ആവാം? അയാൾക്ക് അയാളുടെ ഫീൽഡിൽ നല്ല അറിവും അയാൾ ചെയ്യുന്നത് ശരിയെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് അയാൾ കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളെ ദീന് പറയുന്നത് ശരിയാണെന്നും അതിൽ നമ്മൾക്ക് നല്ല യക്കീനുണ്ട് അല്ലെ, നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. എവിടെ പോയാലും ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഇതിൽ എനിക്ക് ഡൗട്ട് ഇല്ല എന്ന് കണ്ടാൽ നമുക്ക് ആരുടെ മുമ്പിലും നമുക്ക് ബോൾഡായിട്ട് ജീവിക്കാം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും അല്ലെ. ഞാൻ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അതാണ് ആ പോയിന്റ് അല്ലെ. അതിന് എന്ത് വേണം? നമുക്ക് അറിവ് വേണം. ഇതൊക്കെ ശരിയാണെന്ന് അറിയണമെങ്കിൽ നല്ല നോളേജ് നമുക്ക് ആവശ്യമാണ്. നോളേജ് ഇല്ലെങ്കിൽ ആ കോൺഫിഡൻസ് വരും. അറിവ് നേടണം അല്ലെ. അറിവുള്ളവനും അറിവില്ലാത്തവനും വ്യത്യസ്തരാണെന്ന് പറയുന്നുണ്ട് അല്ലെ. എല്ലാം ഈക്വൽ ആണ്. ഒരു 10ാം ക്ലാസ് പഠിച്ചവനും PG ചെയ്തവനും എന്തായാലും വ്യത്യസ്തമാണ് അല്ലെ. ഓരോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ അള്ളാന്റെ കലാമായ ഖുറാൻ അറിയുന്നവന് ഇത്ര വ്യത്യാസം ഉണ്ടാവും അല്ലെ. അവരുടെ പേഴ്സണാലിറ്റിയെ വേറെ ആയിരിക്കും. നമ്മൾ ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ ചിന്താഗതിയിലും എല്ലാത്തിലും ഒരു മാറ്റമുണ്ട് അല്ലെ. പലരും എങ്ങനെയാണ് ഖുറാൻ പഠിക്കുന്നത്? ഇപ്പൊ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ റാൻഡം റീൽസ് കാണും, അല്ലെങ്കിൽ കുറെ അവർക്ക് തോന്നുന്ന കുറെ വീഡിയോസ് കണ്ടാൽ ഖുറാൻ പഠിക്കില്ലായെന്ന് വെച്ചാൽ ആവോ? അറിവ് നേടും, പക്ഷെ അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ്. നമ്മള് ഒരു MBBS പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കും ഇല്ല. നമ്മൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല കോഴ്സ് നല്ല കോളേജിൽ കയറിയിട്ടേ പഠിക്കുള്ളൂ. എന്തുകൊണ്ടാ? കാരണം അത് പ്രോപ്പർ നോളേജ് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഖുറാൻ പഠിക്കുമ്പോഴും പ്രോപ്പർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് വരാൻ. ഇൻഷാ അല്ലാഹ് പുതിയ കോഴ്സ് തുടങ്ങുന്നുണ്ട്, ടീച്ചർ ഇൻഷാ അല്ലാഹ് അനൗൺസ് ചെയ്യും അല്ലെ. അപ്പം അറിവ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ദീൻ പഠിക്കാൻ നമ്മൾ പറഞ്ഞാൽ ആരാ? നമ്മൾ വീട്ടിലെ റാണിയാണ് അല്ലെ. ശരിക്കും ഈ റാണി എന്ത് ചെയ്യണം? നാളത്തെ ജനറേഷനെ വാർത്തെടുക്കേണ്ടവരാണ് നമ്മൾ അല്ലെ. അടുത്ത ജനറേഷനെ വാർത്തെടുക്കണം. നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടണം. അറിവില്ലാത്ത നമ്മളൊരു
കുട്ടീനെ വളർത്തിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും? അറിവ് നേടണം അല്ലെ? എങ്ങനെ മക്കളെ വളർത്തണമെന്നും എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പഠിക്കന്നെ വേണം അല്ലെ? അപ്പം ഇന്നത്തെ ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആവണം അല്ലെ? നമ്മൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകാൻ പാടില്ല. അറിവ് നേടുന്നതിലൂടെ നമുക്ക് പല ചിന്താഗതിയിൽ തന്നെ മാറ്റം വരും. എങ്ങനെ ചിന്താഗതിയിൽ മാറ്റം വരാം? നമുക്കറിയാം ഹൈറും ഷെറും കുഴപ്പമില്ല, ഇതിന്റെ വിധിയാണ്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്, എന്ത് സംഭവിച്ചാൽ ഇതിൽ എന്തോ ഒരു ഹൈറുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇതൊക്കെ വരും അല്ലെ? നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു തുടങ്ങും അല്ലെ? ദീൻ പഠിക്കുമ്പോൾ നമുക്ക് പഴയ പോലുള്ള സങ്കടവും ഡിപ്രഷനോ ഒന്നുമില്ല. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ ഹയറാണെന്നുള്ളത് നമ്മൾ തോന്നും അല്ലെ? ഇപ്പൊ ദീൻ പഠിക്കുമ്പോൾ ശരിക്കും അള്ളാന്റെ റിമംബറൻസിലാണ് സമാധാനം എന്ന് പറയുന്നത് എത്ര ശരിയാണ്. കാരണം ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് താനേ സമാധാനം വരും. ഇതൊന്നും ഞാൻ കാരണമല്ല, അള്ളാന്റെ വിധിയാണ് അല്ലെങ്കിൽ അള്ളാന്റെ പരീക്ഷണാണെന്ന് തോന്നിയാലും അല്ലെ? അപ്പം എല്ലാം നമ്മൾ പോസിറ്റീവായി കണ്ടു തുടങ്ങും അല്ലെ? നമ്മളെ ക്യാരക്ടറിൽ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കാണണം അല്ലെ? ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെ പ്ലീസ് ചെയ്യാനല്ല, ലോകരക്ഷിതാവായ അള്ളാനെ പ്ലീസ് ചെയ്യാനാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് അല്ലെ? അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മളെ മക്കളെയും കോൺഫിഡന്റ് ആയിട്ട് വളർത്താൻ സാധിക്കണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.